H5 മാത്രമേ നമുക്കിനകത്ത് കമ്പോണന്റ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ എക്സ്പോണൻഷ്യൽ ആയിട്ട് രീതിയിൽ എഴുതുമ്പോൾ e raised to j theta എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് പഠിച്ചേക്കുന്നത്? e raised to j theta എന്ന് പറയുന്നത് cos theta plus j sin theta എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്കറിയില്ല. അപ്പൊ നമുക്കിവിടെ കിട്ടിയേക്കുന്നതിനകത്ത് കോസും സൈനും ടേംസ് ഉണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് നമുക്കൊരു സിംഗിൾ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. അങ്ങനെ വരും H5 is equal to എന്ത് തന്നെ H5 is equal to I0 L sin theta e raised to j omega t minus r by c divided by 4 pi into j by cr j omega by cr plus 1 by r square. ഇതാണ് H5 ഇക്വേഷൻ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഏതൊക്കെ കമ്പോണന്റ് ഇല്ല, ഏതൊക്കെ കമ്പോണന്റ് നമുക്ക് സീറോ എന്ന് പറയുന്നത്. HR ഇല്ല, അതായത് ആർ കമ്പോണന്റും ഇല്ല, തീറ്റ കമ്പോണന്റും ഇല്ല. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് കിട്ടി, മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഏതാണുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഷോർട്ട് വേവ് ഡൈപോളിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമേ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ പഠിച്ച റിട്ടാർഡഡ് ഫീൽഡ് പൊട്ടൻഷ്യൽ, റിട്ടാർഡഡ് കറണ്ടിന്റെ ഇക്വേഷൻ നമ്മളിവിടെ എടുക്കുകയാണ്. റിട്ടാർഡഡ് കറണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് നമ്മൾ എൽ കമ്പോണന്റ്, അതായത് സിംഗിൾ കമ്പോണന്റ് എസ് ഡയറക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് പൊട്ടൻഷ്യൽ നമുക്ക് വേണം, മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ബി എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എ ആണ്. ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ നമ്മളതൊരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പൊ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മളിവിടെ എടുത്തു. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് കമ്പോണന്റ് അവിടെ സീറോ ആയി പോവാണ്. ആർ കമ്പോണന്റ് തീറ്റ കമ്പോണന്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളിനി ഒരൊറ്റ കമ്പോണന്റേ ഉള്ളൂ, ഫൈ കമ്പോണന്റ് എന്ന് പറയുന്നത്. ആ ഫൈ കമ്പോണന്റിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ട് പാർട്സ് ആയിട്ട് കിട്ടിയത്. ആദ്യത്തെ പാർട്ടിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് AR A തീറ്റ, രണ്ടാമത്തിനകത്ത് A തീറ്റയും ഉണ്ട്. അപ്പൊ AR A തീറ്റയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സ്പെറിക്കൽ നമ്മുടെ കയ്യിലുള്ളത് കാർട്ടീഷ്യനാണ്, A Z ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെറിക്കലും കാർട്ടീഷ്യൻ നമ്മൾ കമ്പയർ ചെയ്ത് രണ്ടിനെ സ്പെറിക്കലിനെ AR A Z ഇൻ ടേംസ് ഓഫ് AR മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. അല്ലെങ്കിൽ AR നെ A Z ടേമിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് ഇക്വേഷൻസ് കിട്ടുന്നു. അതിൽ നമുക്ക് എന്താ H5 കണ്ടുപിടിക്കുന്നു. B is equal to mu H0 ആണ്. മ്യൂവിന്റെ വാല്യൂസ് ഇപ്പുറമുള്ള നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് H5 മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് H5 എന്ന് പറഞ്ഞാൽ അത് കിട്ടി. പിന്നെ അതിന് ജനറൽ കേസ് ആയിട്ട് നമ്മൾ എക്സ്പോണൻഷ്യൽ രീതിയിൽ എഴുതുന്നു. HR H തീറ്റ. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ്. നമുക്കിനി അടുത്ത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞൊരു കേസാണ് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് എന്താ ഉള്ളു? നമുക്കറിയാം മാക്സ്വെൽസിന്റെ ഇക്വേഷൻ അനുസരിച്ച് ഡെൽ ക്രോസ് H is equal to dou D divided by dou T plus epsilon 0 into dou E divided by dou T. അതായത് നമുക്ക് എന്താ ഡി എ നമുക്ക് epsilon 0 into ഡി ഇ എന്ന് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് വരിക. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ മൂന്ന് കമ്പോണന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ആർ തീറ്റ ഫൈ എന്ന് പറയുന്ന മൂന്ന് കമ്പോണന്റ്സ്. അപ്പൊ ഡെൽ ക്രോസ് ഇവിടെ നമ്മൾ എടുക്കുന്ന ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഇവിടുത്തെ ക്രോസ് പ്രോഡക്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. AR A തീറ്റ FI എന്ന് കൊടുത്തിട്ട് വാല്യൂസ് എഴുതുക. അപ്പൊ ഇതിനകത്ത് നമ്മളിവിടെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് 1 by r sin തീറ്റ, അത് നമ്മളുടെ നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. ആ സെയിം സാധനം നമ്മൾ എക്ക് പകരം ഇവിടെ H എന്നുള്ള വാല്യൂ മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ കമ്പോണന്റ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡിന് ഏതൊക്കെ കമ്പോണന്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ER എന്ന് പറയുമ്പോൾ 1 by r sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ H5 sin തീറ്റ മൈനസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് H5 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇ തീറ്റ ഡിവൈഡ് ബൈ ഡോ ബൈ ഇ തീറ്റ കേട്ടോ, സോറി, എപ്സിലോൺ 0 ഇൻറ്റു ഡോ ഇ തീറ്റ ഡിവൈഡഡ് ബൈ ഡോ ടി ആണെങ്കിൽ ഡെൽ ക്രോസ് H എന്ന് പറയുന്നത് തീറ്റയുടെ കമ്പോണന്റ്. അപ്പം 1 by r അല്ലെ 1 by r സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ HR മൈനസ് ഡോ ബൈ ഡോ ആർ ഓഫ് H5 R ആണ് നമ്മൾ എടുക്കുക. അടുത്തപോലെ തന്നെ നമ്മൾ 5 കമ്പോണന്റ് എടുക്കുക. 5 കമ്പോണന്റ് എടുക്കാം. 1 by r ഡോ ബൈ ഡോ ആർ ഓഫ് H തീറ്റ ഇൻറ്റു ആർ മൈനസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് HR ആണ് നമുക്ക് എടുക്കുക. അപ്പൊ നമുക്ക് പിന്നത്തുള്ള കമ്പോണൻസ് നമ്മളിവിടെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ്, അതായത് നമുക്ക് 0 ആയി പോകുന്ന കമ്പോണൻസിനെ എല്ലാം നമ്മളങ്ങ് മാറ്റുവാണ്. ഓക്കെ, ഇവിടെ തന്നെ നോക്കിയേ, ലാസ്റ്റ് കമ്പോണന്റ് കേസ് നോക്കിയേ, ഡോ ബൈ ഡോ ആർ ഓഫ് H തീറ്റ.
അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ നമുക്ക് കമ്പൗണ്ട് സീറോ, HR-ഉം H തീറ്റയും സീറോയാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പൗണ്ട് H തീറ്റ എന്നുള്ളത് സീറോ ആയി പോകും. HR എന്നുള്ള ഈ സെക്കൻഡ് കമ്പൗണ്ട്, അപ്പോൾ HR എന്നുള്ള കമ്പൗണ്ട്സ് എല്ലാം നമുക്ക് ഇവിടെ HR എന്നുള്ള കമ്പൗണ്ട് സീറോ ആകും, H തീറ്റ എന്നുള്ള കമ്പൗണ്ട്സ് സീറോ ആകും. അങ്ങനെ സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത്, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം H5-കകത്ത് ഏതൊക്കെ ടേം സീറോ, H തീറ്റയും സീറോ, HR. അപ്പം ഇലക്ട്രിക് ഫീൽഡിനകത്ത് E5 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ടാവത്തേയില്ല. അപ്പൊ നമുക്ക് അതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏതൊക്കെ കമ്പോണന്റ് ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനകത്ത് കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ എടുക്കുക. നമ്മളത് ആ ഇക്വേഷനിലെ ആ ഐഡന്റിറ്റി ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, HR-ഉം H തീറ്റയും സീറോ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ കിട്ടുന്ന രണ്ട് കമ്പോണന്റ് ഉള്ളൂ. ഏതൊക്കെ വരത്തുള്ളൂ, ER E തീറ്റയും മാത്രമേ വരത്തുള്ളൂ. ER-ഉം E തീറ്റയാണ് വരിക. അപ്പൊ E5 എന്തായിട്ട് മാറും, സീറോ ആയിട്ട് നമുക്കിവിടെ മാറുവാണ് ചെയ്തേക്കുന്നത്. അപ്പൊ R/R സൈൻ തീറ്റ ഇൻറ്റു ഡോ തീറ്റ ഇൻറ്റു H5 സൈൻ തീറ്റ. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടേഴ്സ് കൊടുത്തേക്കുന്നത് തീറ്റ/R സൈൻ തീറ്റ, ഇത് ആറാണ്, R സൈൻ തീറ്റ മൈനസ് ഡോ ഓഫ് R സൈൻ തീറ്റ H5 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ ഒന്നെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എഴുതിയിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാ രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നമ്മൾ A എടുത്തേക്കുന്ന Aയുടെ പ്ലേസിൽ H കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ സെയിം ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിൽ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരുപാടുണ്ട്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങൾ ഓരോന്നും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ എന്താ എഴുതുന്നത്, നമുക്ക് ഇനിയിപ്പോൾ ഏത് കമ്പോണന്റ് നമ്മളിവിടെ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമുക്ക് എടുക്കുന്നത് ഡെൽ ക്രോസ്. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസിനകത്ത് R കമ്പോണന്റും ഉണ്ട്, അതുപോലെ തന്നെ തീറ്റ കമ്പോണന്റും ഉണ്ട്. അപ്പൊ നമ്മൾ R കമ്പോണന്റ് എടുക്കുക ഡെൽ ക്രോസ് HR ഇൻറ്റു ε0 ഡോ T ഓഫ് ER R/R സൈൻ തീറ്റ ഡോ T ഓഫ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. I0 ഇൻറ്റു HR നമുക്ക് വാല്യൂ ഉണ്ടല്ലോ, I0 L 4π, ബാക്കിയുള്ള വാല്യൂസ് നമ്മളിവിടെ കൊടുക്കാം. മൈനസ് ഒമേഗ സൈൻ ഒമേഗ T മൈനസ് R/C ഹോൾ ഡിവൈഡ് ബൈ CR പ്ലസ് കോസ് ഒമേഗ T മൈനസ് R/C ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇത് ഏതിന്റെ ഇക്വേഷൻ ആണ്, ഇത് നമ്മുടെ H5-യുടെ ഇക്വേഷൻ ആണ്. നമുക്കറിയാം ER എന്ന് പറയുന്ന കമ്പോണന്റിനകത്ത് നമുക്ക് ഏതൊക്കെ H5 സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം ഉണ്ട്. ആ H5-കകത്താണ് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ തന്നേക്കുന്നത്. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള I0 L ബൈ 4π എന്നുള്ള വാല്യൂ നമ്മൾ ഔട്ട് സൈഡിലേക്ക് മാറ്റി. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വാല്യൂ മൈനസ് സൈൻ ഒമേഗ T മൈനസ് R/C CR എന്നുള്ള വാല്യൂ കിട്ടി. ഇതിൽ ഇവിടെ നമുക്ക് ഡോ തീറ്റയാണ്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട ഈ ഒരു ചെറിയതിനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് എന്നാ കിട്ടും, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞ ടേം ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പൊ നമ്മൾ ഇനി എന്നെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോ T, അതായത് എപ്സിലോൺ ഒക്കെ ഉണ്ടായിരുന്നു ഇതിലൂടെ, അതൊക്കെ നമ്മൾ നേരെ മറ്റേ താഴോട്ട് കൊടുത്തു. അപ്പൊ എന്താ ഡോ T ER എന്ന് പറയുന്നത് എന്താ, R to I0 L cos theta divided by 4 by epsilon 0 ബാക്കി മൈനസ് സൈൻ ഒമേഗ T by R/C CR സ്ക്വയർ. ബാക്കി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്. നമുക്ക് എന്താ ഇവിടെ ഡോ ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്, ER ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണമെങ്കിലും ഇന്റഗ്രേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഈ ടോട്ടൽ ടൈമിന് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു T-യിൽ അല്ലെ ടൈമിൽ നമ്മളിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് കിട്ടും, ബാക്കി ഇതെല്ലാം കോൺസ്റ്റന്റ് ആണല്ലോ. വിത്ത് റെസ്പെക്ട് ടു T ടൈം ഉള്ള രണ്ട് ടൈം മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്കിവിടെ എടുക്കുമ്പോൾ ഈ 2ഉം ഈ 4ഉം കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് വേണം 2 എഴുതാം. അപ്പൊ എന്തായിരിക്കും, I0 L cos theta divided by 2π epsilon 0. ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ വരുമ്പോഴത്തേക്ക് സൈൻ ഒമേഗ T മൈനസ് R/C ഉണ്ട്, അതിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, കോസ് ഒമേഗയായി മാറും. അപ്പൊ കോസ് T മൈനസ് R/C എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടുവാണ് ചെയ്തേക്കുന്നത്. കോസ് അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ഒമേഗയുണ്ട്, ആ ഒമേഗയും ഈ ഒമേഗയും കൂടെ നമുക്ക് ക്യാൻസൽ ആയിപ്പോകും. പിന്നെ അതുപോലെ തന്നെ സൈനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ആണ്, അതുകൊണ്ടാണ് ഇവിടുത്തെ മൈനസ് ഇവിടെ ഇല്ലാത്തത്. അടുത്ത കോസ് ഒമേഗ ഇൻറ്റു T മൈനസ് R/C ഡിവൈഡ് ബൈ R³ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് സൈൻ ഒമേഗ നമുക്ക് കിട്ടും. T മൈനസ് R/C ഡിവൈഡഡ് ബൈ ഈ ഒമേഗ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒമേഗയില്ലേ, ആ ഒമേഗയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പം ജനറൽ എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്ക്
കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ HFIയുടെ കേസിനകത്ത് ഇ റേസ് ടു ജെ തീറ്റ എക്സ്പോണൻഷ്യൽ നമ്മൾ ജനറൽ ആയിട്ട് കൊടുത്തത് എങ്ങനെയായിരിക്കും കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എടുക്കുന്നത് ആ കോസ് സൈൻ ടേം വരുന്നത് കാരണം നമുക്ക് ഇതിനൊരു ചെറുതായിട്ട് നമുക്ക് വേറൊരു എക്സ്പ്രഷനിലേക്ക് കിടക്കും. ഇത് വേണ്ട, നിങ്ങൾ ഇത് പഠിച്ചാലും മതി. ഇത് ലാസ്റ്റ് ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നതാണ് ER is equal to I0L cos theta divided by 2 pi epsilon 0 e raised to j omega t minus r by c 1 by cr square plus 1 by j omega r cube എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ നോക്കിക്കോണം. നമ്മൾ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അത് വരുന്നുണ്ട്. r ക്യൂബും r സ്ക്വയറും, r എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് ആണ്. ഇനി നമ്മളിപ്പോൾ ഒരു കമ്പോണന്റേ പറഞ്ഞു. ഇനി നമുക്ക് എന്താ ഒരു കമ്പോണന്റും കൂടെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് ഒരു കമ്പോണന്റേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമുക്ക് 0 ആയ കമ്പോണന്റ് ഏതായിരുന്നു? E∅ ആണ് ഇലക്ട്രിക് കമ്പോണന്റിനകത്ത് 0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തായിരിക്കും? E∅ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ER ആണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ E∅ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താ? എപ്സിലോൺ 0 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഡോ E∅ ഡിവൈഡ് ബൈ ഡോ T തീറ്റ ഡിവൈഡ് ബൈ R സൈൻ തീറ്റ. നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? HFIയുടെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ HFIയുടെ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മളുടെ E∅ കിട്ടുവാണ് ചെയ്തേക്കുന്നത്. E∅ കിട്ടുമ്പോഴത്തേക്ക് E∅യുടെ കേസിൽ നമുക്ക് 3 കമ്പോണൻസ് നമുക്ക് ഇവിടെ അകത്ത് വരുന്നുണ്ട്. R കമ്പോണന്റ്, R സ്ക്വയർ, R ക്യൂബ് കമ്പോണന്റ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ E∅ എന്ന് പറഞ്ഞാൽ I0L സൈൻ തീറ്റ ഡിവൈഡ് ബൈ 4 പൈ R എപ്സിലോൺ 0 മൈനസ് ഒമേഗ സൈൻ ഒമേഗ T1. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ T1 എന്നൊക്കെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടാർഡിങ് ഈ T മൈനസ് RC വരെ എഴുതാതെ നമുക്ക് T മൈനസ് R ബൈ സിക്ക് വരെ T1 എന്ന് കൊടുക്കാം. ഒമേഗ മൈനസ് ഒമേഗ സൈൻ ഒമേഗ T1 ഡിവൈഡ് ബൈ സി സ്ക്വയർ R പ്ലസ് ഒമേഗ കോസ് ഒമേഗ T1 ഡിവൈഡ് ബൈ സി R സ്ക്വയർ പ്ലസ് സൈൻ ഒമേഗ T1 ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു R ക്യൂബ്. ഈ ഇക്വേഷനെ ജനറൽ ഫോമിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമായിരിക്കും? എക്സ്പോണൻഷ്യലിന്റെ ടേമിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടി പറ്റും. എക്സ്പോണൻഷ്യൽ ടേമിലേക്ക് നമുക്കിതിനെ മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E∅ is equal to I0L sin theta 4 pi epsilon 0 e raised to j omega t minus r by c j omega divided by c square r plus 1 by c r square plus 1 by j omega r cube. അപ്പം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് നമുക്കറിയാം ടോട്ടൽ 6 കമ്പോണന്റ് ഉണ്ട് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞെടുക്കും. മാഗ്നറ്റിക് ഫീൽഡിന് 3 കമ്പോണന്റ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന് 3 കമ്പോണന്റ്. അത് ഓൾറെഡി തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ എടുക്കുമ്പോൾ നമുക്ക് ഒരു കമ്പോണന്റ് ഷോർട്ട് വേവ് ഡൈപോളിനുണ്ടായിരുന്നു, ഷോർട്ട് ഡൈപോൾ ആന്റിനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് HFI ആയിരുന്നു. ബാക്കി രണ്ടും നമുക്ക് 0 ആയിപ്പോയി. ഇനി ഇവിടുത്തെ കേസിലാണെങ്കിൽ അതായത് ഇലക്ട്രിക്കലിന്റെ കേസിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ഷോർട്ട് ഡൈപോളിനുള്ള എത്ര കമ്പോണന്റ് ഉണ്ട്? 2 കമ്പോണന്റ് ഉണ്ട്. E∅ 0 ആണ്, അവിടെ ER E∅ ഉണ്ട്. അപ്പൊ നമുക്ക് 6 കമ്പോണന്റിൽ ഷോർട്ട് ഡൈപോൾ ആന്റിയുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ 3 കമ്പോണന്റ്സേ ഉള്ളൂ. ഏതൊക്കെ വരും? HFI, ER, E∅ ആണ് നമുക്കിവിടെ വരുന്നത്.